പിന്നെയുള്ള ചോദിക്കുന്ന ബ്രോൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെയാണ്. ഞാൻ അത്യാവശ്യം ഹൈറ്റ് വലിയ ഹൈറ്റൊന്നുമില്ല, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് അങ്ങനെ എന്താ ഉള്ളത്. അപ്പോൾ എനിക്കിത് കാലെത്തുക എന്നുള്ളതൊക്കെയാണ് അധികം വരുന്ന കൊറീസും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ എനിക്ക് എന്താ ഇതിപ്പോൾ എൻ്റെ രണ്ട് സൈഡും ഫ്ലാറ്റ് ഫൂട്ടല്ല ടോപ്പ് ഫൂട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വെക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് ഒന്ന് ടിൽറ്റ് ചെയ്താൽ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടിൽ എന്ത് ചെയ്യാം വണ്ടി നിൽക്കാം. ബ്ലോക്ക് എന്നൊക്കെ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. 168 എന്ന് പറയുന്നത് വലിയ ഹൈറ്റൊന്നുമില്ല. നമ്മളെ നാട്ടിലൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആയാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു ടോപ്പ് ഫുട്ടിൽ നിൽക്കേണ്ടി വരും. പിന്നെ കുറച്ച് ടിൽറ്റ് ചെയ്താൽ ഫ്ലാറ്റ് ഫുട്ടിൽ നിൽക്കാം. വേറെ ഇഷ്യൂസൊന്നും അങ്ങനെ ഹൈറ്റിൻ്റെ പേരിൽ വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ ഉള്ളത് നമുക്ക് മീറ്റർ ക്ലച്ചിൽ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് നല്ല ഇതിൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ വരും. നല്ല അത്യാവശ്യം കളർഫുൾ സാധനങ്ങളൊക്കെയാണ്. ഇതിപ്പം 4 മോഡാണ് ഉള്ളത്. അർബന്, റെയിന്, അതേപോലെ ടൂറിങ്, അതേപോലെ റാലി എന്ന് പറയുന്നത്. റാലിയിൽ എന്ത് ചെയ്യും, ഈ ABS ഓഫ് ആവും. ഇതിൻ്റെ ഒരു ചതിയെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഈ റേഞ്ച് കാണിക്കുന്നില്ലേ, എൻ്റെ ഇതിലുള്ള ഇപ്പോൾ പെട്രോളിൽ 105 കിലോമീറ്റർ പോകാമെന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഫ്യൂൽ കൺസംഷനിൽ 3 ബാറും കാണിക്കുന്നുണ്ട്. ഇത് കൂളൻ്റാണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന സാധനം പെട്ടെന്നൊരു 100ൻ്റെ താഴെ എനിക്ക് ഇതുവരെ വന്നില്ല. ഒരു 200ഒക്കെ കാണിച്ചാൽ ചിലപ്പോൾ ഒരു എന്തുണ്ടാവും, നേരെ ഒരു 140 ഒരു പോക്കുണ്ട്. അതൊക്കെയാണ് പെടൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് പാനിക്കോ, അയ്യോ 140. കാരണം 100ൻ്റെ താഴെ ഇങ്ങോട്ട് ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 100ൻ്റെ അല്ല, ഇതിൽ റെഡ് കത്തിയാൽ പിന്നെ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കായി പോകും. ഇതിൻ്റെ അടുത്ത് പമ്പ് വേണ്ടേ. കാരണം നമ്മൾ ലോങ് ഓടിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, 12.5 13 ലിറ്ററോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് പാനിക്കായി പോകും. അതുപോലെ ഇതൊരു ചതിയാണ്. പെട്ടെന്ന് നമ്മൾ 500 രൂപയ്ക്ക് അടിച്ചാൽ എന്ത് ചെയ്യുക, അതിലൊരു 250 കാണിക്കും. ഒരു റൗണ്ട് ഓടിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് 160 പോകും. അതിൻ്റെ എന്താ ടെക്നിക്ക് എന്താ കാര്യം എന്ന് അറിയില്ല. പിന്നെ അത് അടിച്ചാൽ ചിലപ്പോൾ കൂടാം, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കൂടാം. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഈ കൺസപ്ഷൻ ഈ ആവറേജ് മൈലേജ് കാണിക്കുന്നതിൻ്റെ ആയിരിക്കാം. അതുപോലെ മൈലേജ് ഞാൻ പറഞ്ഞുതരാം. ഇതിലെനിക്ക് ഇപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, അത്യാവശ്യം റഫായിട്ട് എന്നല്ല ഒരു ഇതിലാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഇത് വർക്കാവില്ല കാരണം ഓക്കെ. ഇതിൽ റൈഡ് മോഡ് ഞാൻ കാണിച്ചു തന്നു. അതിന് അടുത്തത് ട്രിപ്പ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ എനിക്ക് ഒന്ന് ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്, ട്രിപ്പ് C ഉണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, ട്രിപ്പ് A ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ലോക്കൽ ഓടിയതാണ്. ഒരു ട്രിപ്പ് ഇവിടുന്ന് ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയതാണ്. ഇത് ഇനിയുള്ളത് ട്രിപ്പ് C ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ ബാംഗ്ലൂർ ഞാൻ പറയില്ല, നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വന്നതിന് ശേഷം ഓടിയ കിലോമീറ്ററാണ് 2903. അപ്പോൾ ഇതിൻ്റെ ആവറേജ് സ്പീഡ് 41ആണ്. ആവറേജ് എക്കോണമി എന്ന് പറയുന്നത് 30ആണ്. ആവറേജ് എക്കോണമിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഫ്യൂൽ കൺസ്യൂം ചെയ്തത് 9 ലിറ്റർ, ക്ഷമിക്കണം 90 ലിറ്റർ. അപ്പോൾ അതാണ് ട്രിപ്പ് Cയിൽ വരുന്നത്. പിന്നെ ഉള്ളത് വെഹിക്കിൾ കൺട്രോളിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാൻ ക്വിക്ക് ഷിഫ്റ്റർ ഇതൊക്കെയാണുള്ളത്. പിന്നെ മൈ വെഹിക്കിൾസിൽ നമുക്ക് പോയ സർവീസ് കാര്യങ്ങൾ, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത സർവീസ് എത്രയാണ് എങ്ങനെയാണെന്നുള്ളത് കാണാം. അതുപോലെ പെർഫോമൻസ് റെക്കോർഡ്, ടോപ്പ് സ്പീഡ് എത്ര പോയിട്ടുണ്ട്, ആവറേജ് സ്പീഡ് എത്ര പോയിട്ടുണ്ട്. ഈ 0 to 60 എടുത്തത് 4.6 സെക്കൻഡിലാണ്. ബെസ്റ്റ് മൈലേജിൽ കാണിക്കുന്നത് 31 കാണിക്കുന്നത്. അതിപ്പോൾ ബെസ്റ്റ് മൈലേജ് ഞാനിപ്പോൾ സെറ്റാക്കി തന്നെ കേട്ടോ. ട്രിപ്പ് Aയിൽ സെറ്റാക്കിയ മൈലേജാണ് വരിക. ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സാണ്. ഇത് ഡിസ്പ്ലേ സെറ്റപ്പ്, നമുക്ക് കസ്റ്റം വിഡ്ജറ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഡിസ്പ്ലേ തീം ഞാൻ ഇതൊന്നും ഇതുവരെ നോക്കിയിട്ടേ ഇല്ല. ലൈറ്റും ഡാർക്കും അറിയാം, അത് ഓട്ടോമാറ്റിക് എന്തായാലും. ഇത് ഓട്ടോമാറ്റിക്കലായ സെൻസർ അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റ് ആകുമ്പോൾ ഈ സാധനം നൈറ്റിലേക്ക് പോകും. പിന്നെ ക്ലോക്ക് സെറ്റിങ്സ്, ടൈമും, ഫോർമാറ്റ് അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കേട്ടോ. ഈ സാധനമൊക്കെയാണ് നോക്കുന്നത്. ഇപ്പോൾ ടൂറിലാണെന്നുള്ളത്. ഞാൻ ഇപ്പം മഴയായതുകൊണ്ട് റെയിനിൽ ഓടിക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഫ്യൂൽ എക്കോണമി കൂടുന്ന സമയത്ത് മൈലേജ് കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് കാണിക്കുന്നതെന്ന് അറിയില്ല. വേറൊരു പ്രധാന നെഗറ്റീവ് പറയാം മക്കളെ. ഇത് ഇന്നലെ കഴുകിയ വണ്ടിയാണ്. ഇന്നലെ കഴുകിയ വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ
അപ്പോൾ ഇതിന് ഞാൻ സൊല്യൂഷൻ ചോദിച്ചു, മഡ്ഗാർഡ് വെച്ചാൽ മാറുമോ, മഡ്ഗാർഡ് വെച്ചവരോടും ചോദിച്ചു. ഇന്നലെ കഴുകിയതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് മഡ്ഗാർഡ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഈ സാധനം ചളി അടിച്ച് കയറുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷിക്കണം എന്നാണ്. ഇതാണ് ഇതിൻ്റെ ചളി. ഇന്നലെ ഞാൻ വൈകിട്ട് കഴുകി വെച്ച് ഇന്ന് രാവിലെ ഞാനൊന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം കിട്ടിയ പരിപാടിയാണ് ഇതൊക്കെ. അങ്ങനെ ചളിയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ക്ലിയർ ആക്കിയതാണ്. ഇവിടത്തോളം വരെ അടിച്ച് കയറിയിട്ടുണ്ട്. ഈ ഒരു ലെവലിലൊക്കെ ഇതിപ്പോൾ ഞാൻ ക്ലിയർ ആക്കിയതാണ്. വീഡിയോ എടുക്കേണ്ട കൊണ്ടൊന്ന് ക്ലിയർ ആക്കി വെച്ചതാണ്. ഈ ഒരു ലെവലിൽ ഇത് മൊത്തം ചളിക്കട്ടയാണ്. അതുപോലെ ഈ ഒരു സാധനം. അപ്പോൾ ഒരു ഫങ്ഷനെല്ലാം നമ്മൾ ഈ ഒരു സാധനം എടുത്ത് പോയിട്ട് നമ്മൾ വെള്ള പാൻറ്റോ അല്ലെങ്കിൽ ഏത് പാൻറ്റായാലും എടുത്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നൊരു പണിയുണ്ട് മക്കളെ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചളിയുള്ള സ്ഥലത്തോട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ പാൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ചളി ഇത് ഇപ്പം വലിയ മഴയൊന്നുമില്ല. ഇവിടുത്തെ വെതർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ വെതർ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് തുടങ്ങിയിട്ട് മൊത്തം ചളിയാണ്. അതും ഫ്രണ്ട് സീറ്റ്. അപ്പോൾ ബാക്ക് സീറ്റിലിരിക്കുന്ന ആളെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ഷോക്കാണ്. എൻ്റെ ഒപ്പം വന്ന ആൾക്കാർ ഇതിൽ മഴക്കാലത്തൊക്കെ കയറിയ ആൾക്കാർ പ്രാകലാന്ന്. ഇനി മേലാലില്ല എന്ന് പറയുക. കാരണം നമ്മൾ ഒന്നെങ്കിലും സ്കൂളിൽ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതായിരിക്കും, ഫംഗ്ഷന് പോകുന്നതായിരിക്കും. അപ്പോൾ അവർ ഈ സാധനം കാണുമ്പോൾ നമ്മളെ തെറി വിളിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഉള്ളത്. നെഗറ്റീവ് ഉള്ളത് ആ ഒരു സാധനമാണ് നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്കങ്ങനെ സാധനം വന്നില്ല. എനിക്ക് ആദ്യം എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എന്താണെന്നറിയില്ല. ഞാൻ അത്യാവശ്യം ആദ്യമൊക്കെ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കൂളൻ്റെ എപ്പം ഫാൻ ഓണാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് അത്യാവശ്യം നമ്മളെ യൂസും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസമായിട്ട് കൂളൻ്റ് വർക്കായിട്ടില്ല എന്ന് വെച്ചാൽ ഫാൻ വർക്കായില്ല. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ച്, കാരണം ഈ 2-3 മാസം എനിക്ക് കൂളൻ്റ് വർക്കായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 10-15 കിലോമീറ്റർ ട്രാഫിക്കിലൂടെ പോയാൽ, ഹൈവേയിലൂട്ടല്ല ട്രാഫിക്കിലൂടെ പോയാൽ കൂളൻ്റ് വർക്കാവും. ബ്രേക്കും ക്ലച്ചൊക്കെ മേടിച്ച്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഭഗവാൻ ഇത് കംപ്ലൈൻ്റ് ആണോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മാസമായിട്ട് കൂളൻ്റ് ഫാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കംപ്ലൈൻ്റ് ആണോ. അപ്പോൾ നോക്കുമ്പോൾ അല്ല, ഈ എൻജിൻ എന്താണ് ഓടി ഹോട്ടായാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സാധനം കൂളൻ്റിൻ്റെ ഈ സാധനങ്ങൾ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ എനിക്ക് കിട്ടി. ഇന്നലെ ഞാൻ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് കുടുങ്ങി ഇവിടെ. അപ്പോൾ കൂളൻ്റ് ഓണായി. അപ്പോൾ എനിക്ക് സമാധാനമായി. കുഴപ്പമില്ല, അപ്പോൾ സാധനം വർക്കിംഗ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. പിന്നെ ചളി അത് തന്നെ മെയിനായിട്ട്. ഈ ഒരു ചളീൻ്റെ പ്രശ്നമുണ്ട്. മൈലേജ് ഞാൻ പറഞ്ഞ മൈലേജ് ഈ ഒരു വണ്ടിക്ക് 30-34 കിട്ടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണല്ലോ. എന്തായാലും 300cc 34 കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ പൾസറായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 160 ഇവിടെ ഉണ്ട്. 160 പൾസറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളി പറയും പുള്ളിക്ക് കിട്ടുന്നത് 37 കിട്ടുന്നത്. അപ്പോൾ ഈ വണ്ടി എത്ര ലാഭമാണെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ വേറെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ സർവീസ് ഞാൻ പറഞ്ഞുതരാം. പാർട്സ് മരണ വിലയാണ്. ഇത് നമ്മളിങ്ങനെ ഓടിക്കുന്നുണ്ട്. ഈ സാധനം വെച്ചത് ഷോന് വെച്ചതല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ലിവറില്ലേ, ബ്രേക്ക് ലിവർ ആയാലും ക്ലച്ച് ലിവർ ആയാലും ഈ ഒരു സാധനം പൊട്ടിയ 2400 ഉറുപ്പ്യുണ്ട് ഒറ്റ ലിവറിന്. അപ്പോൾ ഇത് വെക്കുന്നതാണ് ലാഭം. ഇതിന് 1500 രൂപയാണുള്ളത്. 2 സൈഡിലുള്ളത് മറ്റേ ഈ ഹാൻഡ് ബാർ വിൻഷീൽഡ് പോലത്തെ ഈ സാധനത്തിന് വരുന്നത് 1400 ഉറുപ്പ്യാണ്. ഇത് വെച്ചാൽ എന്തായി, ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അയണാണ്. മറ്റേ ഡൂക്കിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക് അല്ലേ, ആ ഒരു ഷോനുള്ള സാധനമല്ലേ, അതല്ല. ഇത് ഇരുമ്പാന്ന് സാധനം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇവിടെയാണ് പ്ലാസ്റ്റിക് കോണ്ടൻറ്റ് വരുന്നുള്ളൂ. പിന്നെ സർവീസ് ഞാൻ പറഞ്ഞുതരാം. സർവീസിൻ്റെ ബില്ല് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് തരാം. സർവീസ് കോസ്റ്റ്, ഫസ്റ്റ് സർവീസ് കോസ്റ്റിൽ എനിക്ക് മാറിയത് എൻജിൻ ഓയിൽ മാറിയിട്ടുണ്ട്. എൻജിൻ ഓയിലിന് ഏകദേശം 1900 രൂപയുണ്ട്. 600 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് ചെയ്തത്. പിന്നെ ഉള്ളത് ഞാൻ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇവരുടെ സർവീസാണ്. സർവീസ് മോശമാണെന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത്രയും ബ്രാൻഡ് ന്യൂ വണ്ടി എടുത്തിട്ട് ഇവന്മാർ സർവീസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സാധനത്തിൻ്റെ 2 സ്ക്രൂ ഇട്ടിട്ടില്ല. ഞാനെൻ്റെ ഇത് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതിങ്ങനെ പോകുമ്പോൾ ഈ സാധനം ബമ്പറിന് ഇങ്ങനെ അടിക്കുക ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരെ വിളിച്ചു, നിങ്ങളെന്ത് സ്ക്രൂ ഇടാ, നിങ്ങളെന്ത് പരിപാടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു നമ്മളോട് നിങ്ങളിങ്ങ് പറഞ്ഞ്. അപ്പോൾ ഇത്രയും പോലത്തെ ഒരു പ്രീമിയം പോലത്തെ ഈ ഒരു TVS ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു വണ്ടിയിൽ അങ്ങനത്തെ ഒരു സർവീസിൻ്റെ ഒരു ഇഷ്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
സർവീസ് കുറച്ച് ഡിസ്റ്റാൻസിങ് ആണ്. വേറെ പിന്നെ ഇതുവരെ വേറെ ദൈവം സഹായിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും സർവീസിന് ഇടയൊക്കെ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത സർവീസ് വരും 7-ാം മാസം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, 8-ാം മാസം അങ്ങനെ എന്തോ ആണ്. സർവീസിന് എന്ത് ചെയ്യണോ കയറ്റിയിട്ട് ചെക്കപ്പ് നടത്തണം. ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പിന്നെ എന്നാണെങ്കിൽ ഫസ്റ്റ് സാധനം 2,45,000 രൂപക്ക് ഇതേപോലത്തെ ഒരു വണ്ടി, ഈ ഒരു റോഡ് പ്രസൻസ് വരുന്ന ഒരു വണ്ടി കിട്ടുക എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. കാരണം ഒരു ഞാൻ ഫസ്റ്റ് ബുള്ളറ്റിന് സ്റ്റാർട്ടിങ് ബേസിക്, അതൊരു കളറൊന്നും ഒരു രസമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മളൊരു മിലിറ്ററി സാധനം വരുന്നില്ല അതിന് 2,70,000. പിന്നെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു ഡാർക്ക് ഒരു ഗ്രേ ബ്രൗൺ പോലത്തെ ഒരു സാധനം, അത് നല്ല രസമുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഒരു റെഡോ ഓറഞ്ച് ലൈൻ എന്തോ വരുന്നത്, അതിന് 2,80,000 ക്ലാസിക്. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ച സമയത്താണ് നമുക്ക് ഇവനെ കിട്ടുന്നത്. ഇവനെ കിട്ടിയത് വലിയൊരു കഥയാണ്. ചെറിയൊരു ടൈം പീരീഡിൽ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണ് ഇവൻ. പിന്നെ അടിപൊളിയാണ്, എന്തുകൊണ്ടും പറയാലോ, ഒരു രക്ഷയില്ല. എങ്ങനെ വേണമെങ്കിലും ഓടിക്കുക ഈ സാധനം. ഇതിപ്പോൾ ഹൈവേ കയറിയാൽ ഒരു പുലിയോ നരിയോ എന്താ പറയണ്ടേ നിങ്ങൾക്ക്, അങ്ങനെ ഓടിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് അവിടെ ഓടിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞത്. പിന്നെ മൈലേജ് 30-ൻ്റെ താഴെ എനിക്ക് ഇതുവരെ മൈലേജ് കിട്ടിയില്ല. ഇതുവരെ ഈ മീറ്റർ ക്ലസ്റ്ററിൽ 30-ൻ്റെ താഴെ എനിക്ക് കാണിച്ചില്ല. പിന്നെ അറിയാലോ, ഈ ഒരു വണ്ടിക്ക് 30 കിട്ടിയാൽ തന്നെ ലാഭമാണ്, ഭാഗ്യമാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒരുപാട് സെറ്റിങ്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചുന്ന സെറ്റിങ്സ്, നേരത്തെ മീറ്റർ ക്ലസ്റ്ററിൽ കാണിച്ചുന്ന സെറ്റിങ്സ്, എന്തൊക്കെ സെറ്റിങ്സാണ്. മറ്റേ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാൻസ്ഫർ കൺട്രോൾ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ഡബിൾ ഇൻഡിക്കേറ്റർ, ഒരുപാട് സാധനങ്ങൾ. എന്താ വെച്ചാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സാധനമാണ് ഈ വണ്ടി. ഞാൻ അത്യാവശ്യം ഹെവിയാണ്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡില്ല മക്കളെ, അതാണ് അടുത്തൊരു വലിയ ചതി. സെൻട്രൽ സ്റ്റാൻഡില്ല ഇതിൽ, അതൊരു ചെയ്ത്താണ്. കാരണം നമ്മൾ ഈ സാധനത്തിൽ ഇത് കഴുകണമെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് വേണം, അല്ലേ പണി എടുത്താന്നല്ലോ പിടിച്ചൊരു കൊടുക്കാൻ തോന്നും ഇടക്കിടക്ക്. ഈ വണ്ടി കഴുകി ഇങ്ങനെ കുട്ടപ്പനാക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങും ഈ സാധനം. പിന്നെ ഭയങ്കര റോഡ് പ്രസൻസ് ആണ് ഈ സാധനം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറുമില്ല, ഒരു കുതിരേൻ്റെ മുകളിൽ ഇങ്ങനെ കയറുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുക. കാരണം അത്രയും അടിപൊളി വണ്ടിയാണിത്. എന്തുകൊണ്ടായാലും ഞാൻ പറഞ്ഞുതരാം, അത്യാവശ്യം പവറുണ്ട്, റോഡ് പ്രസൻസ് ഉണ്ട്. പിന്നെന്താ വേണ്ടത്, ഈ ഒരു പൈസക്ക് ഈ 2,45,000 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നവനെ അടിക്കേണ്ടി വരും. കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ, അതേപോലെ വേറെ ഒരു ഉപകാരം എന്ന് പറയുന്ന സാധനം ക്രൂയിസ് കൺട്രോളാണ്. ഈ ലോങ് റൈഡിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ട് നമുക്ക് കൈ വിട്ടിട്ട് ഇങ്ങനെ പോവാം, അത്രയ്ക്കും കംഫർട്ടാണ് ഈ സാധനം. ഒരു പ്രശ്നവുമില്ല. ഞാൻ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ആയാൽ കൂടി അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ടാണ് ഒരു 60-ലെല്ലാം ഇട്ട് വെച്ചാൽ അറിയൂല, ഇതിങ്ങനെ അങ്ങ് പോയിക്കോളൂ. നമുക്ക് ഒരു ഡിസ്റ്റർബും ഇല്ല, ഒന്നിനും ബോധേഡാവണ്ട, ക്ലച്ച് മാറ്റണ്ട, ഗിയർ പിടിക്കണ്ട, ഈ സാധനം ഇങ്ങനെ അങ്ങ് പോയിക്കോളും. നല്ല ഹൈവേ കിട്ടണം കേട്ടോ. നാട്ടിലിപ്പം നമ്മളെ കേരളത്തിൽ ഞാൻ ക്രൂയിസ് കൺട്രോൾ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത് നമ്മളെ മാഹി ബൈപ്പാസിന് മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളത്, പിന്നീട് ഇടാൻ പറ്റിയിട്ടില്ല. മാഹി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്റർ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങനെയല്ല, ഇവിടുന്ന് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 100, 150, 200 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂയിസ് കൺട്രോൾ ഇടാൻ പറ്റിയിട്ടുണ്ട്. കാരണം ബാംഗ്ലൂർ തെലങ്കാന റോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക, അത്രയും നല്ല അടിപൊളി മിന്നുന്ന ഹൈവേ ആണ്. 44 ആണെന്ന് തോന്നുന്നു, NH 44 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പരിപാടി എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ഈ ഒരു പ്രശ്നം, മഡ് ഗാർഡിൻ്റെ ഇഷ്യൂ, ചളീൻ്റെ ഇഷ്യൂ, അതേപോലെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഇഷ്യൂ, പിന്നെ നമ്മൾ കുറച്ച് ബോധേഡാവണം. കാരണം ഇത് പാർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ചെറിയൊരു സ്ഥലം വേണം, സാധാ വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇത്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനെ ഇങ്ങനെ പണിയിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിവിടെ വെച്ചിട്ടാണ് ഉള്ളത്. സർവീസ് കോസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞു, അത്യാവശ്യം
ഇതാണ് കോസ്റ്റ്ലിയാണ് വരുന്നത്. ഇനിയിപ്പോൾ 10,000 എന്ത് ചെയ്യേണ്ടത്, അടുത്ത സർവീസിൽ ഇതിൻ്റെ ഓയിൽ മാറണ്ട. ഇനി അടുത്തത് മാറേണ്ടത് 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഇതിൻ്റെ ഓയിൽ മാറേണ്ടത്. എൻ്റെ ഇപ്പോൾ 3,500 ആയത്, പക്ഷേ സർവീസ് ഇപ്പോൾ ചെയ്യണം. ഒരു 2 മാസം കൊണ്ട്, ഒരു മാസം കൊണ്ട് അങ്ങനെ എന്തോ സർവീസ് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത ഇനി ഓയിൽ മാറേണ്ടത് 10,000 ഓയിലാണ്. ഗ്രേഡ് അത്യാവശ്യം അടിപൊളി ഗ്രേഡിലുള്ള ഓയിലാണ്. അതുകൊണ്ടാണ് 1,900 ഓയിലിൻ്റെ റേറ്റ്. അപ്പോൾ പിന്നെ സർവീസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പാർട്സൊക്കെ വിലയാണ്. ആ ഒരു സാധനം മൈൻഡിൽ വെക്കുക. മേച്ച് നടക്കുക എന്ന് വെച്ചാൽ, കാരണം ഈ പെട്രോൾ വില എനിക്കറിയാം, ഒരു ദിവസം ഇപ്പോൾ എത്രയാണ് കൂടുന്നതും കാര്യങ്ങളൊക്കെ. മൈലേജ് ഒരു 30 കിട്ടുന്നത്. ആ ഒരു സാധനം മൈൻഡിൽ വെക്കുക. ചളീൻ്റെ സാധനം മൈൻഡിൽ വെക്കുക. അത് മഡ്ഗാർഡൊക്കെ വെച്ചാൽ റെഡി ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വണ്ടി പ്ലാൻ ചെയ്യുന്ന ആളെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇതിന് ക്രാഷ് കാർഡ് വെക്കുക. ഇതിൻ്റെ ഫുള്ള് കവർ ചെയ്യുന്ന ക്രാഷ് കാർഡ് നിർബന്ധമായിട്ടും വെക്കുക. കാരണം ഈ വണ്ടി അത്യാവശ്യം ഹെവിയാണ്. നിങ്ങൾ ഒരു പരിചയമൊന്നുമില്ല, ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ സാധനം നിലത്ത് വീണാൽ സ്ക്രാച്ചായി. നല്ല വിലയാണ് ഇതിൻ്റെ പെയിൻ്റ് ആയാലും എന്തിനായാലും. അപ്പോൾ ആ സാധനം മൈൻഡിൽ വെക്കും. ഞാനിപ്പം വെച്ചിട്ടില്ല, എനിക്ക് വെക്കണം. ഞാൻ ചെറിയൊരു ടൈറ്റിലായതുകൊണ്ടാണ് അടുത്ത മാസം, അതിൻ്റെ പുറത്ത് അടുത്ത മാസം എങ്ങനെയെങ്കിലും നോക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സാധനം മൈൻഡിൽ വെക്കുക. പിന്നെ പോസിറ്റീവ് ഞാൻ പറയണ്ടല്ലോ, റോഡ് പ്രസൻസ് ആയാലും മറ്റേ അതേപോലെ ക്വിക്ക് ഷിഫ്റ്റർ ആയാലും ഇതായാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത പറയാനുള്ള ഒരു ഉപയോഗമാണ് ഈ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ. ക്രൂയിസ് കൺട്രോൾ ഞാനൊരു 200 കിലോമീറ്ററൊക്കെ ക്രൂയിസ് കൺട്രോളറിൽ ബാംഗ്ലൂർ ടു തെലുങ്കാന ഹൈവേന്ന് പോയിട്ടുണ്ട്. 200 കിലോമീറ്റർ. കാരണം അത്രയും നല്ല ഹൈവേ റോഡാണ്. വേറെ ഒന്നും വളവില്ല, ചെരിവില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയിട്ടുണ്ടെങ്കിൽ അന്നേരം മാത്രം നമുക്കൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. അത്രയും ഫ്രീ ആയിട്ട് പോവാം. അപ്പോൾ ആ ഒരു സാധനങ്ങൾ മൈൻഡിൽ വെക്കുക. അതുപോലെ ഒരു സാധനം കൂടി പറയാൻ പറഞ്ഞു കേട്ടോ, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു രക്ഷയില്ലാത്ത ഹെഡ്ലൈറ്റാണ് കേട്ടോ. ഈ ഒരു സാധനമില്ലേ, ഇത് നമ്മൾ ബ്രൈറ്റും കൂടി ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം. ഈ ഒരു സാധനം ബ്രൈറ്റിലും കൂടി നമുക്ക് രാത്രിയൊക്കെ ഇല്ലേ, പ്രൊജക്ടർ വേണ്ട. ഇതിപ്പോൾ രാവിലെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പ്രൊജക്ടർ വേണ്ടി വരില്ല, അത്രയും അടിപൊളി ലൈറ്റാണ്. ഭയങ്കര ഗംഭീര ലൈറ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ലെങ്കിൽ എനിക്ക് ഇവർ പ്രൊമോഷൻ തരുന്നതെന്നല്ല. കാരണം ഇത് TVS എനിക്ക് അല്ലെങ്കിൽ നമ്മളത്രയും ഇൻഫ്ലുവൻസർ അല്ല TVS ഇത് ചെയ്യണേന്ന് പറഞ്ഞാൽ നന്ദിയൊന്നുമല്ല. ഇത് നമ്മളെ വണ്ടി സ്വന്തം നമ്മൾ ചെയ്യുന്നതാണ്. ഒരു രക്ഷയില്ല ഇതിൻ്റെ ലൈറ്റ്. ഇത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, TVSന് അഹങ്കരിക്കുക. കാരണം ഇതിനിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോ. ഹിമാലയനൊക്കെ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ നമുക്കറിയാം, ടെറൈൻ വേറെയാണ്. പക്ഷേ ഇതിൻ്റെ ഇത്ര റോഡ് പ്രസൻസ് വരുന്ന ഒരു സാധനങ്ങളൊന്നും അല്ല ഹിമാലയൻ. ഇതിൻ്റെ റോഡ് പ്രസൻസ് ആണ് മസ്റ്റ്. അതേപോലെ ഓഫ് റോഡ് വേണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു വേറൊരു ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിന് പറ്റിയ സാധനമാണ്. ഇവിടെ അത്യാവശ്യം കുണ്ടിലൂട്ടൊക്കെ ഓടിക്കുന്നതാണ് ഈ സാധനം അറിയേയില്ല. എൻ്റെ കയ്യിലൊരു ജുപ്പിറ്റർ ഉണ്ട്, ഇതിൻ്റെ തന്നെ TVSൻ്റെ ഒരു ജുപ്പിറ്റർ ഉണ്ട്. അതെടുത്തിട്ട് ഇതെടുത്ത് ഓർമ്മയിലായിരിക്കും ഞാൻ അതോടിക്കുന്നുണ്ടാവുക. അത് എന്തെങ്കിലും ഒരു കുണ്ടിലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കുലുങ്ങി ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഈ സാധനം ആകുമ്പോൾ ഒന്നും അറിയില്ല, നമ്മളിങ്ങനെ ഇറങ്ങി ഈ സാധനം ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സാധനം. അപ്പോൾ ഇത്രയാണ് ഉള്ളത് എനിക്ക് പറയാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.